വീരമണികണ്ഠനീ ശരണമയ്യപ്പ, ശബരീനാഥനീ അയ്യപ്പ. നിൽക്കണു. ആ റപ്പായി അവിടെ നിൽക്കൂ. താൻ പൂജമുറിലോട്ട് കയറണ്ട. ഇയാൾക്കല്ല ശുദ്ധവും വൃത്തിയില്ല. ഞാൻ അങ്ങോട്ട് വരാം. അങ്കിൾ ഇങ്ങോട്ട് വരാന്ന് ബാ. റപ്പായിക്ക് ഒരു 100 രൂപ കടം വേണല്ലോ. എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് മടക്കി തരാം. ആ മനസ്സിലായി. അത്യാവശ്യമല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ. കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടയ്ക്കാനാ. ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടനോട് ചോദിച്ചാ മതിയെന്ന്. അത് ശരി. തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ. അതെ. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ? ഇല്ല. അതിന് 100 രൂപ മതിയാവോ? അവള് 250 രൂപ ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട. ഒരു 1000 തന്നെ ആയിക്കോട്ടെ. തരുന്ന ഞാനല്ലേ. തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ 500 രൂപ മേടിച്ചുകൊണ്ട് താഴെ തിരിച്ചു തന്നോ? കുട്ടിക്ക് ഈ പ്രായമായല്ലോ. അത് ആദ്യത്തെ കുട്ടിയാ. ആ കുട്ടി പ്രസവത്തോട് മരിച്ചുപോയി. അപ്പൊ ഇതിന്റെ പ്രസവിച്ചാൽ ആരാ നോക്കിയത്? അതെന്റെ ഒരു പഴയ പരിചയക്കാരൻ. എന്നാൽ ആ പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും. അവൻ തരും. എന്നെ കുറെ നാളായി നോക്കി വെച്ചിരിക്കുക. പോടോ. പെണ്ണും പിടക്കോയില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറുപ്പിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയാ? ആ, വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ. എന്തൊക്കെയായാലും നമ്മുടെ അന്തസ്സിലത്തൊരു ബന്ധം വേണമല്ലോ ശരിപ്പെടുത്താൻ. 2-3 ലക്ഷം രൂപ കൊടുക്കാൻ. അയ്യോ, സ്ത്രീധനം കൊടുത്തൊരു ബന്ധം അത് നമുക്ക് വേണ്ട കുറുപ്പ്. നിയമം അറിയാത്തോണ്ടല്ല, കാര്യം നടക്കണ്ടേ. രഹസ്യമായിട്ട് മതി. മാലതിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഏറ്റവും എല്ലാം അതിന്റെ സമയത്ത് നടക്കും. പ്രോജക്ട് എഞ്ചിനീയർ തന്നെ അന്യായമായി സ്ഥലം മാറ്റാനുണ്ടായത് സാർ. ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം AT വാറുണ്ണിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ടു നിൽക്കാത്തോണ്ട് മിസ്റ്റർ നമ്പ്യാർ, രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട്. ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ? അല്ല, 1.5 വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ്. അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല. പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു. മന്ത്രി രേഖാമൂലം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ? ഇല്ല, ഫോൺ മെസ്സേജ് ആയിരുന്നു. കനകം, ഇന്ന് ഇത്രയും മതി. പൊയ്ക്കുള്ളൂ. മാമു, തന്നോടല്ല പോകാൻ പറഞ്ഞത്. ഈ ഫയലൊക്കെ എടുത്ത് അകത്തോണ്ട് വയ്ക്കേ. താങ്ക് യു സർ. സോറി. തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തു ശബരി? എടുത്തു. ഞങ്ങൾക്ക് നീ ഒന്നേ ഉള്ളൂ. നിനക്ക് അത്രയും ചുമതല കൂടുതൽ ആലോചിക്കണം. അമ്മേ, പുതിയ നോവലിന്റെ പണി തീർന്ന ഉടനെ ഞങ്ങൾ മടങ്ങിയെത്തില്ലേ. ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല. ഇപ്പൊ ഒരു മുങ്ങര് മുങ്ങിയാൽ ബുദ്ധിജീവി ഇനി എപ്പോഴാണാവോ പൊന്തുക? എന്താ ചത്? ഇത് കുറച്ച് മാമ്പഴ നമ്മുടെ പറമ്പിലുണ്ടായതാ. മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ. കൊണ്ട കൊടുക്ക. കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട്. തന്തനമ്പൂരുടെ ഇന്ന് തലയ്ക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. ആ, രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തലിന് ഞാനങ്ങോട്ട് വരണ്ടെന്ന്. ആ, ഭഗവതിയെ തൊഴിലിട്ട് പോണേ മോനെ. വരട്ടെ. എന്തൊക്കെ ആയാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തങ്കമണി. മറുനാടുകളിൽ വളരെക്കാലം ജീവിച്ചപ്പോഴാ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലായത്. എന്തായാലും നാട്ടിൻപുറത്തിന്റെ ശാലീനത ഒന്ന് വേറെ തന്നെയാണ്. സാറേ, ഡൽഹി കപ്പ കിട്ടുമോ? കാശ് കൊടുത്താൽ എന്തും കിട്ടും. അതെ. പക്ഷേ ഇവിടുത്തെ അത്ര ഫ്രഷ്നെസ് ഒന്നും ഉണ്ടാവില്ല. ശബരിയുടെ അച്ഛനും ഞാനും കടുമാങ്ങയും പപ്പടം ചുട്ടതും കൂട്ടി കഞ്ഞി കുടിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. നഗരത്തിലെ ഫാഷൻ ന്യൂഡിൽസും ക്രാബ് സൂപ്പൊക്കെ അല്ലേ? അന്ന് തന്ന കാസറ്റ് ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ശബരിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വിവരം ആദ്യം എന്നെ അറിയിച്ച ദേവിയ. പാവം പയ്യനാ, നമുക്ക് വേണ്ടപ്പെട്ടയാളാ.
അതന്നൊരു അബദ്ധം പറ്റിയതാ. അവരുടെ കാര്യം ചെയ്, സസ്പെൻഷൻ റദ്ദാക്കി അവനെ സർവീസ് എടുക്കാൻ നോക്ക്. അതാ നല്ല നടപടി. എടുത്തരും സാറേ. ആ, വെള്ളമടിച്ച് ആഫീസറെ തെറി വിളിച്ച നിന്നെയൊക്കെ പിന്നെ പഴയ ഒരു പ്രവർത്തകന്റെ മകനാണല്ലോ എന്ന് വിചാരിച്ചാ അല്ലേ? വെള്ളമടിച്ച് ഇനി ആഫീസിൽ നിന്ന് വെള്ളം ഉണ്ടാക്ക്. ഇനി അങ്ങനെ ചെയ്യില്ല സർ. റാസ്കൽ, അന്തസ്സില്ലായ്മ കാണിക്കുന്നു വേണോ ആ അന്തസ്സൊക്കെ. വാ. ആ, എന്തായി കോളേജിലെ സമരമൊക്കെ? ഉഷാറായി നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് സാർ. ഇന്ന് രാവിലെ പ്രിൻസിപ്പാൾ ഞങ്ങളെ വിളിച്ചിരുന്നു. കോംപ്രമൈസിന് തയ്യാറാണത്രേ. ഞങ്ങൾ സമരം പിൻവലിച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു സാർ. തീർന്നു. എന്നാലേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു? വിവരദോഷികളെ, ലോകം ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അവസാനിപ്പിച്ച ശരിയാവില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ മിടുക്കാറേണ്ടത്, പരിഹരിക്കുന്നതിലല്ല. അത് ഞങ്ങൾ ആകെ കുറച്ച് പേരാ സംഘടനയിലുള്ളത്. ബാക്കി 1000 വിദ്യാർത്ഥികൾ ക്ലാസ് കയറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ജോണേ ഉള്ളത് 2 മതിയടോ. തലയ്ക്കകത്ത് മൂള വേണം. മന്ത്രി സദാശിവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച അവര് സമരം തുടങ്ങാൻ പോവാ. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ കോളേജ് പൂട്ടിക്കണം. അല്ലേ സമയമില്ല. കുറച്ചു വൈകി. കല്യാണമൊക്കെ കേമായോ കുറുപ്പേ? കേമായോന്നോ? 2 ലക്ഷം റുപ്യ സ്ത്രീധനം, പിന്നൊരു മാരുതി കാറും. ചെക്കന് എഞ്ചിനീയറാ. ഗൾഫുകാർക്ക് ഈടായിട്ട് മാർക്കറ്റ് കുറച്ച് ഡള്ള. കുറുപ്പ് നോക്കി വെച്ച പയ്യൻ ബോംബെയിലാന്നല്ലേ പറഞ്ഞത്? അതെ, പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊക്കില്ല. അങ്ങനെ കല്യാണക്കാരി ഉള്ള ഡീറ്റെയിൽസ് കൊണ്ട് അരയിലുണ്ട്. നല്ലൊരു ഇടത്ത് നോക്കി ഈ കുറിപ്പ് കൊളുത്തിയിടും. ശരി, കുറുപ്പിരിക്കും. അല്ല കുറുപ്പേ, നിങ്ങൾ ഈ പൈസക്ക് ടൈറ്റ് ഉണ്ടാവുമ്പോ മാത്രം വരുന്നതാണ് ഇവിടെ. പല പ്രാവശ്യം കയറി ഇറങ്ങി പോണു. സംഗതി ഒന്നും നടന്നു കാണുന്നില്ല. വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ വെറും തല്ലിപ്പൊടി അലവലാദ്യം ബ്രോക്കറൊന്നും അല്ല, അസൽ തറവാടിയാ. അല്ല, അതുകൊണ്ടല്ല. എന്താണെന്നറിയോ, നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞു പോണാണ്. ഇയാളൊരു ജഡ്ജിയാണ്. ഇനി 6 മാസേ സർവീസിലുള്ളൂ. അതിനു മുമ്പ് നടക്കും. അതിനു മുമ്പ് നടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണ്ടത്. എന്താ കല്യാണം? അല്ല, തൂക്കിക്കൊല്ലല്. തൂക്കിക്കൊല്ലേ? ഒരു ജഡ്ജി സർവീസിലിരിക്കുമ്പോ ഫ്രീ ആയിട്ട് ഒരാളെ എപ്പോ വേണമെങ്കിലും തൂക്കിക്കൊല്ലാന്നുണ്ട്. ഇവർക്ക് ഇത്ര ആളെ കൊല്ലാന്നുള്ളൊരു കോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയേട്ടന്റെ കാര്യം ഓക്കെ ആയി പോകുന്നത് തന്നെയാണ്. എന്താ ചിരിക്കണേ? മോർത്തറിയിലെ ഐസിലിട്ട് വെക്കേണ്ട തലയാണല്ലോ വിചാരിച്ചിരിച്ചു പോയതാ. അയ്യോ, ജഡ്ജി താനാവാതിരുന്ന നാട്ടുകാരുടെ ഭാഗ്യം. ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മതിയായിരുന്നു. ഞാൻ വരട്ടെ. ഡ്രൈവർ നിർത്തൂ. നമസ്കാരം സാർ. നമസ്കാരം. സാർക്ക് ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? വാർ മിഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഓ, താങ്ക് യു. ശബരി, തിരക്കില്ലെങ്കിൽ ഇങ്ങോട്ട് കയറൂ. ഞാനിന്ന് ഫ്രീയാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അകത്തേക്ക് വരാവില്ലല്ലേ? എനിക്കറിയാം ശബരിയെ. കുറെ അവാർഡുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഏതാ വിഭാഗം? നാടകമോ ഡിറ്റക്റ്റീവോ? ഇഷ്ടമുള്ള ഉപാധിപ്പെടുത്താം. അല്ല, കൊള്ളാവുന്ന പണിയൊക്കെ ഉപേക്ഷിച്ച് ഈ പണി തുടങ്ങിയോണ്ട് കാര്യമായിട്ട് വല്ലതും തടയുവോ? അങ്ങനെ എന്തെങ്കിലും തടയണം എന്നുള്ളവർക്ക് ഈ പണി അത്ര പറ്റിയതല്ല. ശരിയാ. ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ വായിക്കുന്നേ? സത്യം പറയാല്ല, ഞാനിതൊന്നും വായിക്കാറില്ല. സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ എന്തിനാ വേറൊരാൾ എഴുതി വായിക്കുന്നത്? എന്റെ വിജയ രഹസ്യം അതാ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് ഇവിടെ വെച്ച് തന്നെ പറയണോ അതോ? അല്ല, ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ശബരി, ഒരു സഹായം ചെയ്യണം. ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റോ? സംഗതി നിസാരവാ. ശബരി ജഡ്ജി രാജശേഖരൻ നായരുമായിട്ട് ക്ലോസ് ആണല്ലോ. അങ്ങേരെ ഒന്ന് പിടിക്കണം. ശബരിക്ക് ദോഷം വരില്ല, ജഡ്ജിക്കും ഗുണമേ വരൂ. വെറുതെ വേണ്ട, പണം തരാം. പിന്നെ സാഹിത്യത്തിന്റെ ചില കുടച്ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അക്കാഡമിയോ അവാർഡോ, അങ്ങനെ വേണേ അങ്ങനെയാകാം. അപ്പൊ പണം കൊണ്ട് സ്വാധീനം കൊണ്ട് എന്ത് സാധിക്കാന്നുള്ള ധാരണയുണ്ടല്ലേ? അതിന് പറ്റുന്ന വേറെ ആൾക്കാരുണ്ട് എന്ന് അന്വേഷിക്കേ. കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ. നല്ലപോലെ ആലോചിച്ച് പറയുന്നതായിരിക്കും ബുദ്ധി. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. എനിക്ക് വേറെ പണിയുണ്ട് മിസ്റ്റർ. ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഒരു തമാശ. വിട്ടുകളാ.
നമസ്കാരം സാർ. നമസ്കാരം. മനസ്സിലായോ ആവോ? മനസ്സിലായിരിക്കും. മോടെ നൃത്ത പരിപാടിക്ക് ഞാനും ഉണ്ടായിരുന്നു. സമയം കിട്ടിയിട്ടല്ല. സത്യം പറയാലോ സാർ, പരിപാടി ഗംഭീരമായിരുന്നു. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. എന്താ അസുഖം? അല്പം ഷുഗർ ഉണ്ട്. അയ്യോ സൂക്ഷിക്കണം സാർ, ഷുഗർ അപകടകാരിയാ. പ്രഷറും ഹാർട്ടും ഷുഗറും കൂടെ ഒരു സ്ഥിര ഐക്യമുന്നണിയാ. മുറിവുകളൊന്നും പറ്റാതെ നോക്കണം. അല്ല, വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ പ്രൊമോഷൻ ശരിയാക്കാൻ തലസ്ഥാനത്തേക്ക് പോകുന്ന വരിക. ഞാനൊരു കിങ് മേക്കർ ആണെന്നാ ചിലരൊക്കെ പറയുന്നത്. വെറുതെയാ. അർഹിക്കുന്നവരെ സഹായിക്കും, അത്ര തന്നെ. ഇപ്പോഴും വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഓ വെറുതെ. മന്ത്രി ഓങ്ങല്ലൂർ സദാശിവന്റെ കേസ് ഹിയറിംഗ് നടക്കാണല്ലോ. കോൺട്രാക്ടർ ബാഹുലയം കോടതി വരില്ല. അഥവാ വന്നാലും നുണയെ പറയൂ. കോടതി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട. മറ്റു വല്ലതും പറയാനുണ്ടോ? ശരിയാ, സംസാരിക്കാൻ കൊള്ളത്തില്ല സാറേ. റിട്ടയർമെന്റിന് ശേഷം സാർ എങ്ങനെയാ, നാട്ടിൽ തന്നെ കൂടാനാണോ ഉദ്ദേശം? അതൊന്നും നിശ്ചയിച്ചിട്ടില്ല. നാടാണ് എപ്പോഴും നല്ലത് സാർ. ഒരു തെങ്ങും തുപ്പും ബംഗ്ലാവും കൂടെ ഞാൻ വിൽക്കാൻ പോവാ. സാറിന് വേണേ നോക്കാം. സാറിന്റെ സ്ഥലമൊക്കെ കേസിൽ കിടക്കാണെന്ന് അറിഞ്ഞു. ഇതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ല. ശരിയാ, ഞാൻ വന്ന കാര്യം പറയാം. സാറ് വലിയ കണിശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് അര സഹായം ചെയ്താ അങ്ങോട്ട് 1001 സഹായം ചെയ്യുന്നവരാ ഞങ്ങള്. ഈ നീതി നിയമമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സാറേ. ഇന്നത്തെ അന്യായം നാളത്തെ ന്യായമായും വരാം. ഞാൻ അല്പം തിരക്കിലാണ്. വിശേഷിച്ചൊന്നും പറയാനില്ലെങ്കിൽ മിസ്റ്റർ വെട്ടുകുഴിക്ക് പോകാം. സാറ് നീതിമാനായോണ്ട് ചോദിച്ചു പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ 10 ജന്മം എടുത്ത് 10 തവണ ജഡ്ജി ആയാലും ഇന്നത്തെ കാലത്തൊരു ഉദ്യോഗസ്ഥന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാകുകയില്ല. സത്യവും നീതിയും ഒക്കെ ഇപ്പൊ ഉണ്ടോ സാറേ? എവിടെ? ഒരു കാറ്റങ്ങ് പോയ മനുഷ്യന്റെ നെഞ്ചും കൂടിന് എന്താ വില? സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും പോലും അതൊരു ഭാരമായിരിക്കും. ചക്രം ഉണ്ടല്ലോ, ചക്രം. അവൻ സ്വയംപൻ. പരലോകത്ത് നിന്ന് യമന് കൈക്കൂലി കൊടുത്താൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തന്നെ രാജാവായിട്ട് മടങ്ങിപ്പോരാ. അതാ കാലം. ഹേ മിസ്റ്റർ, ഇത്രയും അഹങ്കാരം ഇവിടെ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഞാനെന്തോ പറഞ്ഞു, സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ അവമര്യാദയാണെന്നും പറഞ്ഞില്ല. ഇനിയിപ്പൊ സാർ എന്നെ പിടിച്ചു പുറത്താക്കിയാലും ഞാനതങ്ങ് സഹിക്കും. എല്ലാറ്റിനും ഒരു അനന്തരഫലം ഉണ്ടല്ലോ. പണ്ടൊരു ചെറുപ്പക്കാരൻ DYSP എന്നോട് കളിക്കാൻ വന്നു. 24 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടന്നു. സൂയിസൈഡ് ആയിരുന്നു. ബോഡി ഞാൻ തന്നെ ഏറ്റുവാങ്ങിയത്. അല്ല സാറേ, മനുഷ്യന്റെ സ്ഥിതി ആർക്ക് പ്രവചിക്കാൻ പറ്റും? ഇത്രയും സംസാരിക്കാൻ അനുവദിച്ചത് ഞാൻ വിഡ്ഢിയായത് കൊണ്ടല്ല. അതെന്റെ മാന്യത എന്ന് കരുതിയാൽ മതി. എനിക്കറിയാം സാറ് മാന്യനാ. ഞാനും അതെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. മിസ്റ്റർ വെട്ടുകുഴി, ഇവിടെ വരൂ. ഇതെടുത്തുകൊണ്ട് പൊയ്ക്കുള്ളൂ. എനിക്ക് മറവ് പറ്റാറില്ല സാർ. അതവിടെ ഇരുന്നോട്ടെ. I say you take it and get out. നല്ലോണം മണ്ണളൊക്കെ. എന്താപ്പായി, സാറിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഓ നോക്കുന്നുണ്ടോ? നല്ലോണം നോക്കുന്നുണ്ട്. ജഡ്ജി സാറിന് നല്ല പരിചയമല്ലേ? പിന്നെ ഞാനും പുള്ളി വലിയ ഫ്രണ്ട്സാ. ഒരുമിച്ച് പഠിച്ചവരാ. എന്താ പറയട്ടെ? സ്വാമി ശരണം. ഈ വെട്ടുകുഴി വലിയ പഠിപ്പുകാരനല്ലേ? കണ്ടാ തോന്നില്ല കേട്ടാ. ഒന്നിച്ച് പഠിച്ചതാണെങ്കിൽ അത് 1-ാം ക്ലാസ്സിലാവാനേ തരമുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്തായാലും ഇല്ല, തീർച്ച. മുഖമൊന്ന് മാറ്റിയേ. ഇയാൾ ആരെയോടെ നോക്കുന്നേ? മാസം വല്ലതും ഞണ്ണുണ്ടായോ? സർക്കാർ വക സ്ഥാപനമോ? ജോലി ചെയ്യടോ.